ഹലോ ഗായ്സ്, ലൈഫ് ആൻഡ് ലിവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റഡി വ്ളോഗാണ്. നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ തുടങ്ങാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നും ഏകദേശം ചില ദിവസങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പവർ നാപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഉറങ്ങും കേട്ടോ. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് മിക്കവാറും മറക്കുന്ന ഒരു കാര്യമാണ് വെള്ളമൊക്കെ കുടിക്കാൻ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഉത്തരങ്ങളൊക്കെ തെറ്റുണ്ടോയെന്ന് നോക്കുകയാണ്. അപ്പോൾ +2 അതേപോലെ 10ാം ക്ലാസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെയാണ്. കാരണം എക്സാം അടുത്ത മാസം നമുക്ക് മോഡൽ എക്സാം ആണ്. അപ്പോൾ നമ്മൾ ടെൻഷനും സ്ട്രെസ്സൊന്നും ആയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ തന്നെ പഠിക്കണം. അപ്പം നമ്മളെ പുഷ് ചെയ്യട്ടോ, പഠിക്കാൻ നമ്മൾ തന്നെ പുഷ് ചെയ്യുക. എന്നാൽ തന്നെയാണ് നമുക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലം നമുക്ക് ആ ഒരു എക്സാം ഷീറ്റിൽ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. കാരണം ബോർഡ് എക്സാം ക്ലാസ്സിൽ നിന്നാണെങ്കിലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാനൊന്നും ചാൻസ് കിട്ടാറില്ല. പിന്നെ അപ്പം നമ്മളങ്ങനെ നമ്മുടെ ജോഗ്രഫി ആയിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പൊളിറ്റിക്സ് ഇപ്പോഴും നമുക്കൊരു പാഠമുണ്ട് ലെഫ്റ്റായിട്ട്. അപ്പോൾ ആ പാഠം ടീച്ചർ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളത് അതോടൊപ്പം പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് വല്ലാതെ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് പഠിക്കണ്ടായിരുന്നു. പൊതുവേ നമുക്ക് എക്സാം സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയുക, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അതുപോലെ സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ കൂടും. അപ്പം നമ്മൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊരു സ്ട്രെസ് ഇല്ലാതെയും അതുപോലെ ഭയങ്കര ഭാരമില്ലാതെയൊക്കെ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും സ്ട്രെസ്സും ടെൻഷനൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കണം. നമ്മൾ ഈ സ്ട്രെസ്സും ടെൻഷനൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര സ്ട്രെസ് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചീച്ച ഒരു ദിവസം ഒരു ടോപ്പിക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക്കെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു സമാധാനമായി തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഒരു 2 ചാപ്റ്ററോ ഒരു ചാപ്റ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സാം ആകുമ്പോഴത്തേനും ഏകദേശം നമ്മൾ ലെവലായിട്ട് വരും. അപ്പോൾ പിന്നെ വലിയ ടെൻഷൻ അടിക്കേണ്ട കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അവസാനമാകുമ്പോൾ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് പിന്നെ പഠിക്കലും നടക്കില്ല. അതുവരെയും പഠിച്ചുമില്ല, വെറുതെ ടെൻഷൻ അടിച്ചത് മാത്രം കാര്യമാവും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് കുഴപ്പമില്ലാതെ നല്ല മാർക്കോടെ തന്നെ പാസ്സാവാം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അപ്പം നമുക്ക് സ്കൂളിലായാലും തന്നെ ഇപ്പോൾ റിവിഷനാണ്. ഒരുപാട് സബ്ജക്റ്റുകൾ റിവിഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജോഗ്രഫി ഇപ്പോൾ ഏകദേശം നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ നമുക്ക് ജോഗ്രഫിക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ അതിൻ്റെ ഇടയിലൂടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തിയറി ഉണ്ട് കേട്ടോ. തിയറിക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ടീച്ചർ നാളേക്ക് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാഠം നമ്മളൊന്ന് പഠിക്കാമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജോഗ്രഫി ഏകദേശം പഠിച്ച് എനിക്ക് കുഴപ്പമില്ലാത്തൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ജോഗ്രഫി. മറ്റേത് എനിക്ക് ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹാർഡ് സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, പഠിച്ച് വരുന്നതുകൊണ്ട് മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ ചാപ്റ്റേഴ്സിൽ നിന്നും വീക്കസ്റ്റ് ആയ സബ്ജക്റ്റിൽ നിന്നും തുടങ്ങിയാൽ നമുക്ക് ആ സബ്ജക്റ്റ് കുറച്ച് കുഴപ്പമില്ലാതെ ആകും. അല്ലെങ്കിൽ പിന്നെ എക്സാമൊക്കെ ആവുന്ന സമയത്ത് ആ സബ്ജക്റ്റ് നമുക്ക് തൊടാനും തോന്നില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ചിലപ്പോൾ വേർഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. കാരണം ഞാൻ എത്ര അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഒരു എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒരു തപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് മാറലും അക്ഷരവും പിന്നെ നമ്മുടെ ഭാഷയ്ക്ക് ഇടയിൽ കയറി വരും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മളങ്ങനെ ജോഗ്രഫി തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാബ് എക്സാം ഈ മാസം ഏകദേശം ഒരു 25 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ലാബ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു വിഷയമുള്ളൂ ലാബ്, അപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ തിയറി ആണല്ലോ ഫോക്കസ് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മോഡലാണെങ്കിൽ ഒരു ദിവസം 2 എണ്ണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് എടുത്തു വെച്ചാൽ എന്തായാലും നടക്കില്ല. അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങിയാലാണ് ആ സമയത്തിനൊരു നമുക്ക് സുഖമായിട്ട് പഠിച്ചെത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അങ്ങ് തുടങ്ങിയിട്ടോ എക്സാമിനുള്ള പ്രിപ്പറേഷൻസൊക്കെ.
പിന്നെ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഏതൊരു ചാപ്റ്റർ ആണെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വെക്കരുത്. കാരണം നമ്മൾ എത്ര അങ്ങോട്ട് പഠിച്ചാലും നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുൾ മാർക്കൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തായാലും നമ്മൾ വൺ വേർഡിനൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മൾ നന്നായി വായിച്ചാൽ തന്നെയാണ് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അപ്പം നമ്മൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം കടക്കാനുള്ള സമയമായി. ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. ഇതിൻ്റെ പിമ്പിൾസിനുള്ള ഓയിൻമെൻറ്റാണ്. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ബൈ ബൈ.